പലവിധ സംവാദങ്ങളിൽ ഏർപ്പെട്ടു. കൂടുതൽ വെടിവെട്ടുപറഞ്ഞ സമ്മതിച്ചു. പക്ഷേ മോശ ചോദിച്ചു, ഞാൻ പോകാം, ഞാൻ പോയി ഫറവോയോട് പറയാം. പക്ഷേ ഫറവോ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ആരാണ് നിന്റെ മക്കൾ പണിയിട്ടത് എന്ന് ചോദിച്ചാൽ നിന്റെ പേര് ഞാൻ എന്ത് പറയും? അപ്പോൾ ദൈവം പറയും, ഞാൻ ആകുന്നവൻ ആകുന്നു, ഞാൻ ആകുന്നവൻ ആകുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവന്റെ പേരെന്താണെന്നും ഞാൻ ആകുന്നവൻ ആകുന്നു. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് അറിയുക. ആരെ? ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. കാരണം പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ അതേ ദൈവം ഗത്സമൻ തോട്ടത്തിൽ തന്നെ പിടിച്ചു വെക്കാൻ വന്നവർ ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ആകുന്നവൻ ആകുന്നു. അതേ ദൈവം ഗത്സമനിൽ ഞാൻ ആകുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ നിലംപതിച്ചു എന്നാണ് ബൈബിൾ. ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പേരുള്ള ദൈവത്തിന്റെ ശക്തി അറിയുക. ശക്തനൊന്നുമല്ല ദൈവത്തെ പിടിച്ചു കിട്ടിയത്, അവൻ നിന്നുകൊടുക്കുകയായിരുന്നു. എന്തിനാണ് നമ്മളൊക്കെ കേൾക്കുന്നത്? ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഇവന് ഈ സമയം എന്തും ആകാം. ശരീരമില്ലാതിരുന്ന ദൈവം ശരീരം ആയി, അഥവാ മനുഷ്യൻ ആയി. ഞാൻ ആകുന്നവൻ ആണ്. ശരീരമില്ലാത്ത ദൈവം ശരീരമുള്ളവനാണ്. മനുഷ്യൻ ആയി, മനുഷ്യൻ ആകുന്ന ദൈവം. മനുഷ്യനായ ദൈവം പിന്നെയും അവന് ആകാം, ഞാൻ ആകുന്നവൻ. ആ ദൈവം പിന്നീട് അപ്പം ആയി. ഞാൻ ആകുന്നവനാണ്, ഞാൻ അപ്പമാകുന്നവനാണ്. അവനപ്പം മോശയ്ക്ക് മുന്നിൽ ഞാൻ ആകുന്നു എന്ന് വെളിപ്പെടുത്തിയ ദൈവം ഗത്സമനിൽ തന്നെ പിടിച്ചു കെട്ടാൻ വന്നവരുടെ മുന്നിൽ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ ശക്തി തെളിയിച്ച ദൈവം ദിവ്യകാരുണ്യത്തിലൂടെ അപ്പം ആയതിലൂടെ അവൻ അതേ ശക്തി തെളിയിക്കുകയാണ്. ഇനിയും ഈ ദൈവത്തിന് അവനാകുന്നവനാണല്ലോ. അവരിപ്പോൾ ചിലതൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നിലവിളി കേട്ട് ഈ ദൈവത്തിന് എന്തൊക്കെയോ ആകാൻ തോന്നുന്നു. നമ്മുടെ നിലവിളി കേട്ട് ഈ ദൈവത്തിന് എന്തൊക്കെയോ ആകാൻ തോന്നുന്നു. നമ്മുടെ നിലവിളിയുടെ തോന്നനുസരിച്ച് അവൻ എന്തൊക്കെയോ ആകും. ഈ ആരാധനയിൽ അവന് സൗഖ്യം ആകാൻ കഴിയും. അവന് ആശ്വാസം ആകാൻ കഴിയും. അങ്ങനെ അവൻ എന്തുമാണ്? നിനക്ക് അവൻ എന്താണ്? ഈ ആരാധനയിൽ ഈ ദൈവം നിനക്ക് എന്താകണം എന്നാണ് നിന്റെ ആഗ്രഹം? അത് ചോദിക്കാനുള്ള സമയമാണ്. എന്തുമാകാം ഞാൻ? നിനക്ക് എന്ത് വേണം? സൗഖ്യമാകണം. ഞാൻ സൗഖ്യമാകാം.
നിനക്ക് സമാധാനം വേണോ? ഞാൻ സമാധാനമായി തരാം. സ്നേഹം വേണോ? ഞാൻ സ്നേഹം ആകാം. ചെറിയ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ നിന്നെ ദൈവമാക്കാൻ പോലും കഴിയും. അത്ര വലിയ കാര്യങ്ങൾ അവർ സാധിക്കും. നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ദൈവം എന്തൊക്കെയോ ആകാനോ നമ്മുടെ ആഗ്രഹമുണ്ട്. അതൊക്കെ നമുക്ക് ഈ സമയം അറിയിക്കാം. ഈശോയെ, എനിക്ക് എന്റെ ജീവിതത്തിൽ നീ ഇന്നതായി വരണം എന്നത് നമ്മുടെ ആഗ്രഹം. കണ്ണടച്ചു, കരകൂപ്പിക്കൂ. കണ്ണടച്ച് കരകൂപ്പി നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനകളായി മനസ്സിൽ രൂപപ്പെടുത്തിക്കൂ. എന്റെ ഈശോയെ, നീ എനിക്ക് എന്താണെന്നോ എന്ന വിധത്തിൽ നമ്മൾ സാധു മനുഷ്യരാണ്. നമുക്ക് വലുത് തോന്നുന്നത് ചെറിയ കാര്യങ്ങളായി എടുത്തിട്ടില്ല. എന്ത് ചോദിച്ചു പരീക്ഷാ തോന്നി.